എന്താ കാട്, ഇത് കണ്ടോ കാട്. ഇവിടെ എല്ലാം കാടിന്റെ അഴിമതിയാ കണ്ടോ. എങ്ങനെയുണ്ട് ഗേസ് ഞങ്ങളുടെ കട, കായലോര കാഴ്ചകൾ. പിടിക്കുക കണ്ടോ. ആദിത്യന്റെ മീൻപിടുത്തൊക്കെ വെള്ളത്തിൽ പോവല്ലേ. ഇപ്പൊ നീ ഫേമസ് ആയി ക്ലിക്കായി കിടക്കുവല്ലേടാ. ഇനി എന്തോന്നടാ. നിനക്കൊന്നും കിട്ടിയില്ലേ? നിങ്ങൾ രണ്ടോടെ ഒരുമിച്ചാണോ പിടിക്കുന്നേ? കൊച്ചിന്റെ തലയിൽ ചെന്ന് തട്ടുമല്ലോടാ നിന്റെ വലിക്ക്. അല്ലേലും നമ്മക്ക് എവിടെ ചെന്നാലും പറ്റീരാന്നല്ലോടാ. നമ്മളവിടെ ചെന്ന് നിനക്ക് കൊഞ്ച് കിട്ടിയല്ലോ, പിന്നെന്തിനാ യൂപ്പം പിടിക്കാൻ വരുന്നേ? അതിന്റെ തല പോലും കാണുന്നില്ലല്ലോടാ. ഇത്ര ഉയർച്ചയോടാ. ആഹാ ലക്കി മോനാണല്ലോടാ നീ. ഞാൻ ഒരു കഴിവില്ലെന്ന്. എന്റെ ആദിത്യ, നീ നമ്മളവിടെ ചെന്നാലും എന്തുവാടാ ഇങ്ങനെ? ഇങ്ങനെ വറ്റിയൊക്കെ കിട്ടിനകത്തുനിന്ന് 100 രൂപയ്ക്കുണ്ടോ? 100 രൂപയ്ക്കാകുമ്പോ വീട്ടിൽ കൊണ്ടുപോകാനാണോ വിൽക്കാനാണോ? ആണോ? അമ്മച്ചിന് വിൽക്കാനായിരിക്കും. ഇല്ല, അവന് നീ പോക്കറ്റിലാണോ ഇടുന്നേ? നിന്റെതാ, അതാണോ നിനക്ക് കിട്ടിയത്? നിന്റെ മനസ്സ് ശരിയല്ലടാ, അവിടെ നിനക്ക് കിട്ടാത്തത്. ആടാ കുഞ്ഞിന് കിട്ടിയെന്നു. കിട്ടിയോടാ? കിട്ടിയില്ല. കൊടൽക്കാക്ക ഇതൊക്കെ നല്ല പശവല്ലേ. നീന്താൻ പോലും അറിയത്തില്ല. ആദിത്യൻ സാഹസികമായിട്ട് കുറെ സമയമായിട്ട് മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ മെസ്സി തോക്കുന്നത് പോലെ തന്നെ ആദിത്യനും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആദിത്യൻ ഇങ്ങനെ പരാജയം സമ്മതിച്ച് പിന്നോട്ട് പോവാൻ മനസ്സില്ലടാ. അതേസമയം നാണ്ട നമ്മുടെ കാശി യമാലിനെ പോലെ മുന്നേറിക്കൊണ്ടിരിക്കുവാണ്. ചാട്ടം കൂടുതലാന്നല്ലേ പെണ്ണെ. ബോട്ടൊന്നും കാണുന്നില്ലടി. അവിടെ കിടക്കുന്ന സാധനം കാണുന്നില്ല കേട്ടോ. ക്ലിയർ എൻ്റെ അമ്മേ ഭാഗ്യം. ആയത്തിനിട്ടങ്ങ് വാദിക്കുവോ അവന്. 2-3 സൈസ് ചൂണ്ടയൊക്കെ ഉണ്ടോ? അത് ശരി. ആഹാ കൊള്ളാലോ. കറക്കി എടുക്കുന്നു. കൊച്ചൂടെ കിടന്ന് വലിച്ച് വാരി കൊഞ്ചിനെ വരുവാക്കി. കൊഞ്ചിന്റെ ശാപമായിരിക്കുമടാ.